നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പാറ്റേൺ ഓഫ് ലൈഫിനെ പറ്റിയിട്ടാണ്. സോ എന്താണ് പാറ്റേൺ ഓഫ് ലൈഫ്, എങ്ങനെ നമുക്കത് ബ്രേക്ക് ചെയ്യാം? പാറ്റേൺ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്വയം നിങ്ങളുടെ ലൈഫിനെ പറ്റി ഒന്ന് അനലൈസ് ചെയ്യുക. അതായത് കഴിഞ്ഞ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പാറ്റേൺ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുട്ടിക്കാലം തൊട്ടിട്ട്, നമുക്ക് ഓർമ്മ വെച്ച നാൾ തൊട്ടിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ സംഭവിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ സംഭവിക്കാം. അതായത് സെയിം സിറ്റുവേഷൻ വീണ്ടും 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 റീക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണിത് പോസിബിൾ ആവുന്നത്? അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില സക്സസ് ആയ ആളുകൾ, അത് ഏത് ഫീൽഡിലും ആയിക്കൊള്ളട്ടെ, ബിസിനസ് ആവാം, ഫിലിം ഇൻഡസ്ട്രി ആവാം, ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും അവർ ചെയ്യുന്നതെല്ലാം അല്ലെങ്കിൽ തൊടുന്നതെല്ലാം പൊന്നാവുന്ന ഒരവസ്ഥ. എങ്ങനെയാണ് ആ ഒരു പാറ്റേണിലേക്ക് അവരെത്തുന്നത്? അതൊരു പോസിറ്റീവ് പാറ്റേൺ ആണെന്ന് നമുക്ക് പറയാം. അതേ സമയത്ത് സാധാരണക്കാരായ ആളുകൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായൊരു പാറ്റേൺ ഉണ്ട്. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഇപ്പോൾ കുട്ടിക്കാലത്ത് വളരെ മോശം സിറ്റുവേഷനിൽ ജനിക്കേണ്ടി വരുന്ന ഒരു കുഞ്ഞ്, മോശം സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അച്ഛനമ്മമാർ തമ്മിൽ കലഹം ഉണ്ടാവാം, അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഭയങ്കരമായ ക്രൂരമായ അടിപിടി, ഇനി അമ്മയാണെങ്കിലും അങ്ങനെ തന്നെ. ആ വീട്ടിലെവിടെയൊരു സ്നേഹം കിട്ടാത്ത അവസ്ഥ. ആ കുട്ടി വലുതാവുന്നു, അത് വലുതാവുന്ന സമയത്തൊക്കെ അതിന് സെയിം, അതായത് നെക്സ്റ്റ് ഒരു പാർട്ട്ണർ നമ്മുടെ ലൈഫിൽ വരുന്നത് വരെ നമ്മൾ അവിടെ തന്നെയാണല്ലോ, പ്രത്യേകിച്ച് അതൊരു പെൺകുട്ടിയാണെങ്കിൽ. നേരെ കല്യാണം കഴിഞ്ഞ് അത് വേറൊരു വീട്ടിലേക്ക് എത്തുമ്പോൾ ഇത് സെയിം സിറ്റുവേഷൻ അവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാം. അതായത് ഒന്നുകിൽ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ സിബ്ലിങ്സ്. അതായത് അവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കും ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടാണ് നെക്സ്റ്റ് ഒരു പറച്ച് നടലാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാം മാറും. ജീവിത സാഹചര്യം മാറുന്നു, നമ്മുടെ എല്ലാം, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ പെരുമാറ്റം എല്ലാം ഏറ്റവും സെറ്റ് ഒരു വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ചേഞ്ച് ആയാലും നമ്മുടെ ആ പഴയ പാറ്റേണിൽ മാറ്റം ഉണ്ടാവില്ല. അതായത് ഒരു 20-21 വയസ്സ് വരെ, ഇപ്പോൾ 21-22 വയസ്സിലാണ് വിവാഹിതയാവുന്നതെങ്കിൽ ആ സെയിം പാറ്റേൺ എന്താണോ അതവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ അടുത്ത് തന്നെ എനിക്ക് മെയിൽ അയച്ച് ഞാൻ വിളിക്കുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ പറയുന്നതാണ്, വീട്ടിൽ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അച്ഛൻ ഭയങ്കര മദ്യപാനിയാണ്, ആൾ വെള്ളം അടിച്ച് വന്ന് ഭയങ്കര ബഹളവും എപ്പോഴും അടിയും തല്ലും വഴക്കും, ഈ ഒരു സിറ്റുവേഷനാണ് വീട്ടിൽ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഭാഗ്യം, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളും വലുതാണ് അവിടെ കാത്തിരിക്കുന്നുണ്ടാവുക. ഒന്നുകിൽ ഹസ്ബൻഡായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സിബ്ലിങ്സോ ആരെങ്കിലും ആട്ടെ, നിങ്ങൾക്ക് അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിനേക്കാളും മോശം അവസ്ഥ, അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. ദ സെയിം സിറ്റുവേഷൻ വീണ്ടും ക്രിയേറ്റ് ആവും. ഇനി ഇതൊക്കെ നിങ്ങൾ തരണം ചെയ്ത് ആ പറയുന്ന വ്യക്തി ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ അവിടുന്ന് വീട് മാറി വേറെ താമസിച്ചു എന്നിരിക്കട്ടെ, അപ്പോഴായിരിക്കും നിങ്ങളുടെ കുട്ടികൾ വലുതായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന മകനിൽ നിന്നോ മകളിൽ നിന്നോ ദ സെയിം സിറ്റുവേഷൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക. ആലോചിച്ച് നോക്കുക, എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയായിരിക്കും ആ വ്യക്തി പോകുന്നുണ്ടാവുക. ഇനി വേറൊരു കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലവ് അഫെയറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു അറിയാലോ, ആ ഒരു ടീനേജ് പ്രായത്തിലാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഫീലിങ്സ് തോന്നി തുടങ്ങുന്നത്. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ സംബന്ധിച്ച് കുറച്ചുകൂടെ നേരത്തെയാണെന്ന് പറയാം. പണ്ട് കാലത്ത് 17-18 വയസ്സാണെങ്കിൽ ഇപ്പോൾ അത് 10 വയസ്സും 12 വയസ്സാകുമ്പോൾ തന്നെ ആ ഒരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട്. ഭക്ഷണ രീതിയും നമ്മുടെ ജീവിത സാഹചര്യവും ഒക്കെ അതിനൊരു കാരണമാണ്. സോ ഒരു 12-13 പോട്ട് ഒരു 17 തന്നെ പിടിക്കാം. 17 വയസ്സിൽ ഒരു പ്രണയബന്ധത്തിലാവുന്നു, അത് പൊട്ടിപ്പോവുക.
ഏതോ ഒരു സാഹചര്യം കൊണ്ട്, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാൾ ചതിക്കപ്പെടുക. അത് കഴിഞ്ഞ് തീരെ സമയം കൊടുക്കാതെ, അതായത് നമ്മൾ വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ വരുന്നത് ഇതുപോലത്തെ വേറൊരാളായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ്, നമ്മളെ സമാധാനപ്പെടുത്താനാണ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിന്, നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഉടനെ വേറൊരാൾ വേണം. അത് വേക്കൻ്റായിട്ട് ഇരിക്കാൻ നമുക്ക് പറ്റില്ല. സോ നെക്സ്റ്റ് ഒരാൾ വരും. നമ്മൾ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്, നമ്മുടെ സോളിൻ്റെ വൈബ് ലോ ആണ്, ഇതൊന്നും നമുക്ക് അറിയില്ല, സാധാരണക്കാർക്ക് അറിയില്ല. ഈ പറഞ്ഞ എനിക്ക് ഇപ്പോഴാണ് ഇതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടായത്, അറിയില്ല. അപ്പം നെക്സ്റ്റ് പേഴ്സൺ വരും. നെക്സ്റ്റ് പേഴ്സൺ വന്ന് അവിടെ ഈ പറയുന്ന പോലെ തന്നെ കുറച്ച് കാലം, ഒരു 2-3 മാസം, അതായത് ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് ആവുന്നത് വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ആൾ എവിടെയും നമ്മളെ വിട്ട് പോവില്ല എന്നൊരു റേഞ്ചിൽ എത്തുമ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത്, ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുടെ യഥാർത്ഥ ക്യാരക്ടർ പുറത്തേക്ക് വരിക. ഓവറായിട്ട് കൺട്രോൾ ചെയ്യുക, ഓവറായിട്ട് സ്ട്രിക്റ്റ് ആക്കി ഒന്നിലും നമുക്കൊരു സ്വാതന്ത്ര്യം തരാത്ത അവസ്ഥയായിരിക്കും. വീണ്ടും സെയിം സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യും. അതായത് അതും ബ്രേക്കപ്പ് ആവും. നമുക്ക് ആളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി, അത് ബ്രേക്കപ്പ് ആവും. അത് കഴിഞ്ഞ് തീരുമ്പോഴേക്ക് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും സെയിം സിറ്റുവേഷൻ. എൻ്റെ അടുത്ത് ചില ആളുകൾ വന്ന് പറയും, അത് ബ്രേക്കപ്പായി പോയി, അത് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അത് ദൈവം തരുന്നൊരു ചാൻസ് ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് വേണ്ടാത്തത് നമുക്ക് വേണ്ടെന്നേ. എന്തിനാണ് വീണ്ടും പോയതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? സോ റിലേഷൻഷിപ്പിൽ ഇതേപോലുള്ള പാറ്റേൺ നിങ്ങൾക്ക് കാണാം. ഇനി ഏറ്റവും നിങ്ങൾ ഒരുപാട് പേര്, അല്ലെങ്കിൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമായിരിക്കാം ഫൈനാൻഷ്യൽ ഇഷ്യൂസ്. മെജോറിറ്റി ആളുകൾ, എല്ലാവരും എന്ന് പറയുന്നതിൽ ശരിയില്ല, മെജോറിറ്റി ആളുകൾ ഈ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, അതായത് കുട്ടിക്കാലം തൊട്ടേ ഒരു സാധാരണ കുടുംബത്തിൽ, അല്ലെങ്കിൽ ദരിദ്ര കുടുംബത്തിൽ എന്ന് തന്നെ പറയാം, ജനിക്കുന്നു. അവിടെയുള്ള ജീവിത സാഹചര്യങ്ങളായിട്ട് നമ്മൾ പൊരുത്തപ്പെടും. കുട്ടിക്കാലം തൊട്ടേ ആകുമ്പോൾ നമ്മളത് പൊരുത്തപ്പെടും. 4 കൂട്ടം കറിയും കൂട്ടി ഭക്ഷണം കഴിക്കുന്നതിന് പകരം ചിലപ്പോൾ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയോ കൂട്ടി കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതിൽ നമ്മൾ തൃപ്തരായിരിക്കും, അല്ലെങ്കിൽ ഒരു നേരത്തെ കഞ്ഞിയായിരിക്കും നമ്മുടെ ഭക്ഷണം. അത് കഴിഞ്ഞ് കുറച്ച് വണ്ണം വെച്ച് നമ്മളൊരു ഏൺ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ, ഒന്നുകിൽ സാലറി മര്യാദയ്ക്ക് കിട്ടില്ല, ഇനി സാലറി കിട്ടിക്കഴിഞ്ഞാലോ കുറച്ച് നല്ല ബാധ്യതകൾ നമുക്ക് വരും. അതായത് നമുക്ക് റോൾ ചെയ്ത് ഈ ഒരു സംഭവത്തിൽ നിന്ന് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ കരകയറാൻ പറ്റാത്തൊരവസ്ഥ. അത് നമ്മൾ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് തീരുമ്പോഴത്തേക്ക് അടുത്ത പ്രശ്നം വരും. ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് മണി റേക്കിക്ക് വരുന്ന പോലെ ആളുകൾ വേറെ ഒന്നിനും വരുന്നില്ല. കാരണം അത്രയും ആളുകൾ മണി റേക്ക് ചോദിച്ച് വരും. പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഈശ്വരൻ അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പാറ്റേണിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ ചെയ്യുന്നു എന്നല്ല പറയുന്നത്, ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാറ്റേൺ അല്ലെങ്കിൽ രോഗാവസ്ഥ, എപ്പോഴും അസുഖമായിരിക്കും. ഒന്നുകിൽ ഏതെങ്കിലും വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ, നമുക്കായിരിക്കില്ല അസുഖം. നമുക്ക് കുട്ടിക്കാലത്ത് നമ്മുടെ സിബ്ലിങ്സിനെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോ അസുഖമായിട്ട് നമ്മളായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നന്ന കുഞ്ഞല്ല, നമുക്കൊരാളെ കെയർ ചെയ്യാൻ പറ്റുന്നൊരു ഏജ്. അവർ മരിച്ച് തീരുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ പാരൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക. അതൊന്ന് ക്ലിയർ ചെയ്ത് തീരുമ്പോഴായിരിക്കും നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി അതോ അവിടുത്തെ വീട്ടിലെ ആളുകൾക്ക് പ്രശ്നം, അവരെ ട്രീറ്റ് ചെയ്യേണ്ടി വരിക. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഓക്കെ എന്ന് പറയാൻ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർക്ക് എന്തെങ്കിലും പ്രശ്നം. അതായത് ഈ രോഗികളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവസ്ഥ നമുക്കങ്ങോട്ട് കരകയറാൻ പറ്റില്ല. അതായത് ഒന്നിൽ നിന്നൊന്നെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കാം. സോ ഇതാണ് പാറ്റേൺ ഓഫ് ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നെഗറ്റീവായിട്ടുള്ളത്. ഇനി പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ, ജനിക്കുന്നത് തന്നെ നല്ല കുടുംബത്തിലായിരിക്കും. നല്ല കുടുംബം തന്നെ മോശം കുടുംബം അങ്ങനെയല്ല പറയണത്, ഫൈനാൻഷ്യലി ഉള്ള കാര്യമാണ് പറഞ്ഞത്. നല്ലൊരു ഫൈനാൻഷ്യൽ സെറ്റപ്പൊക്കെ ഉള്ള നല്ല സ്റ്റെബിലിറ്റി ഉള്ളൊരു ഫാമിലിയിൽ ജനിക്കുക. അത് കുറച്ച് കഴിഞ്ഞ് വളർന്ന് ഇച്ചിരി വലുതായി അതിൻ്റെ സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങുമ്പോഴേക്ക് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ പേഴ്സണിന് ലഭിക്കുന്നത് അതിനേക്കാൾ ഉയർന്ന ജോലിയായിരിക്കാം.
അല്ലെങ്കിൽ അതിനേക്കാളും നല്ലൊരു സ്റ്റാറ്റസിലേക്ക് ആൾ പോകുന്നുണ്ടാവും. തൊടുന്നതെല്ലാം പൊന്നാക്കുക, അതായത് എന്ത് തുടങ്ങണോ അതിലെല്ലാം വിജയം, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് അതിലൊക്കെ വിജയം. നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള ആളുകളെ? എങ്ങനെ ഇത് സംഭവിക്കുന്നു? എന്ത് ചെയ്താലും അതിലൊക്കെ വിജയമായിരിക്കും. ഇനി പാർട്ട്ണറാണെങ്കിലോ ആ ആൾ വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ ഏറെ വിജയമായിരിക്കും. സോ എങ്ങനെ ഇത് സംഭവിക്കുന്നേ? നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ തലവര, അല്ലെങ്കിൽ നമ്മുടെ വിധി, നമ്മുടെ നിയോഗം, ഇങ്ങനത്തെ കുറേ വാക്കുകൾ നമ്മൾ കേട്ടിട്ടില്ലേ? സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഈച്ച് ആൻഡ് എവ്രി മൊമെൻറ്റ്, ഓരോ നിമിഷവും നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സോളാണ്, നമ്മുടെ മൈൻഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കുന്നതും നശിപ്പിക്കുന്നതും നമ്മൾ തന്നെ ആണെങ്കിൽ എന്തിനാണ് നെഗറ്റീവായിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഒരു നിമിഷം ഒന്ന് മാറി ചിന്തിച്ചൂടെ നമുക്ക്? 100-ൽ ഒരാൾക്കെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു പാറ്റേൺ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? വിദ്യാഭ്യാസം തീരെയില്ലാത്ത, ഒരു തരത്തിലും, അല്ലെങ്കിൽ ആ കാലത്ത് കുട്ടിക്കാലത്ത് പഠിക്കാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടാവില്ല, അയാളുടെ സ്വന്തം കഴിവുകൊണ്ടായിരിക്കും അയാൾ ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിലൊക്കെ അയാൾ എത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരാൾക്ക് വളരാൻ പറ്റുമെങ്കിൽ, ഇത്രയേറെ സാധ്യതകളും സാഹചര്യങ്ങളും ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഉയരാൻ പറ്റില്ല? അപ്പം നിങ്ങൾ പറയും എനിക്ക് ഇത്രയും വയസ്സായില്ലേ? മനസ്സിലാക്കുക, വയസ്സെന്ന് പറയുന്നത് വെറും നമ്പർ മാത്രമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ ചിന്തകൾ, നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അതായത് സംഭവിക്കുന്ന എല്ലാം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് ഒഴിവാക്കിയ കാര്യങ്ങളായിരിക്കാം. ചിന്തിച്ചെല്ലാം നടക്കണമെന്നില്ല, പക്ഷേ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ച് വെച്ച കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് സംഭവിക്കണം നമ്മൾ ആലോചിച്ചിട്ടില്ല. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. കാരണം കുട്ടിക്കാലത്ത് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ അനുഭവിക്കുന്നതായ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഭയങ്കരമായിട്ട് അടിയും തൊഴിയൊക്കെ കിട്ടി വളരേണ്ടി വരിക, ഒരുപാട് പീഡനങ്ങൾ നമുക്ക് പാരൻസിൻ്റെ അടുത്ത് നിന്ന് സഹിക്കേണ്ടി വരിക. നിങ്ങളുടെ മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവും. എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളത് മറക്കുമോ? നിങ്ങളത് ആലോചിക്കാത്ത ദിവസങ്ങളുണ്ടാവില്ല, അല്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലും അത് ആലോചിക്കുന്നുണ്ടാവും, ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ ആ തോട്ട് അവിടെ പോകുന്ന സമയത്ത് ദ സെയിം സിറ്റുവേഷൻ വീണ്ടും നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ബ്രെയിൻ അറിയില്ല, നിങ്ങളുടെ ബ്രെയിനിലേക്ക് പോകുന്ന സംഭവമാണത്. നിങ്ങളുടെ മനസ്സുകൊണ്ടിങ്ങനെ ചിന്തിക്കുന്നു, സെയിം സിറ്റുവേഷൻ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു. ഇനി അത് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ചിന്തിക്കുന്നെങ്കിൽ പിന്നെ പറയണ്ട. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഓപ്പണായിട്ടുണ്ടാവുക, ഉണർന്നിരിക്കുന്നുണ്ടാവുക. സോ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അത് നേരെ യൂണിവേഴ്സിലേക്ക് കൊടുക്കും. അതിനറിയില്ല നിങ്ങൾ ചിന്തിക്കുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊന്നും അറിയില്ല. സോ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അത് യൂണിവേഴ്സിന് കൊടുക്കുകയും യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആലോചിച്ചത് അതതുപോലെ തിരിച്ചു തരും. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നമുക്ക് ഒഴിവാക്കിയാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ലൈഫിലേക്ക് വരുമെങ്കിൽ അതല്ലേ നല്ലത്? അതിനാണ് എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, എപ്പോഴും നമ്മൾ വൈബ് കൂട്ടുക, അതായത് നമ്മുടെ സോളിൻ്റെ വൈബ് ഹൈ ആക്കി കൊണ്ടുവരിക. ഇത്രയും കാലം നടന്നിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ ഒറ്റയടിക്ക് നമുക്ക് മറക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും അത് ആലോചിച്ചിരുന്ന് വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടാൻ ഒരുപാട് വഴികളുണ്ട്. നമ്മളെ ഒന്ന് മൂഡ് ഹാപ്പിയാക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട്? നമുക്ക് പുറത്ത് പോകാം. ഇനി പുറത്ത് പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ബുക്കുകൾ വായിക്കാം. അതും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബുക്സല്ല അതായത് സങ്കടപ്പെടുന്ന കഥയും കാര്യങ്ങളും അങ്ങനത്തതല്ല. നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്താണോ അത് മ്യൂസിക് കേൾക്കാം, നല്ല നല്ല പാട്ടുകൾ കേൾക്കാം, നല്ല നല്ല സിനിമകൾ കാണാം,
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ സംസാരിക്കുക. കുറച്ച് സമയമെങ്കിലും നിങ്ങൾ നാച്ചുറലായിട്ട് ഇടപഴകുക. ഇനിയിപ്പം റേക്കിയൊക്കെ പോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പം നമുക്ക് അവൈലബിളാണ്. ഒരുപാട് ഇപ്പം യോഗയിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. യോഗ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ഒരുപാട് നെഗറ്റിവിറ്റി റിലീസ് ചെയ്യാൻ പറ്റും. അതിലേക്ക് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നോ അതിലേക്ക് കുറച്ച് ഡെഡിക്കേഷൻ കൊടുക്കണമെന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് ഈശ്വരൻ തന്ന ഒരുപാട് ക്രിയേറ്റിവിറ്റി, ടാലൻ്റൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ട് അതൊന്ന് പോളിഷ് ചെയ്തുകൂടാ? ഇപ്പം ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ആളുകൾ അവർക്ക് അത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം വേറെ ഒന്നിനും കിട്ടില്ല. പാടാൻ കഴിയുന്ന ആളുകളുണ്ട്, നൃത്തം ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ട്. അപ്പോഴും നിങ്ങളെപ്പോഴും ചിന്തിക്കുക, എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ നൃത്തം ചെയ്താൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു നിങ്ങൾ ആലോചിക്കണ്ട. ആദ്യം എടുത്ത് കളയേണ്ടത് ഈ ഒരു തോട്ടാണ്. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കും? അവരെന്തോ ചിന്തിച്ചോട്ടെ, നമുക്കെന്ത് പോയി? നമ്മൾ നാളെ നന്നായി, അപ്പോഴും മറ്റുള്ളവർ പലതും ചിന്തിക്കില്ലേ? അതിനെതിരെ നമ്മൾ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. സോ മറ്റുള്ളവർ എന്ത് വേണോ ചിന്തിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മളെപ്പറ്റി നല്ലത് ചിന്തിക്കുക. പിന്നെ നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാവും. അതായത് എങ്ങനെയാണോ ഇപ്പോൾ പോയത് അങ്ങനെ അങ്ങ് പോയാൽ മതി. ഈ ചിന്ത നമ്മൾ ആദ്യം മാറ്റണം. ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, ഇത് മാറിപ്പോണം, അല്ലെങ്കിൽ ഈ വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോകണം, ഈ ജോലി മാറണം, ഈ ഒരു ജീവിത സാഹചര്യം മാറണം. ഇതെല്ലാം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ തന്നെ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ തയ്യാറല്ല. കാരണം നമ്മളതുമായിട്ട് പൊരുത്തപ്പെട്ടു, നമ്മുടെ കംഫർട്ട് സോൺ അതായി. ഒന്ന് മാറി ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ അനുവദിക്കുക വരെ ചെയ്യില്ല. സോ അതിൽ നിന്ന് ബ്രേക്കാവുക, അതായത് ആ കംഫർട്ട് സോണൊന്ന് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ ഏത് നിമിഷം തീരുമാനം എടുക്കുന്നോ ആ നിമിഷം തൊട്ട് നിങ്ങളുടെ ലൈഫ് മാറും. നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങണം ആദ്യം. എൻ്റെ അടുത്ത് പലരും വിളിച്ചിട്ട് പറയും, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും കെയർ ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കുക, നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങളെ കെയർ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടുണ്ടോ? മെജോറിറ്റി എനിക്ക് സ്ത്രീകളോടാണ് പറയാനുള്ളത്. എത്രയോ അമ്മമാർ വിളിച്ചിട്ട് കരഞ്ഞൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ കരയാത്ത മനുഷ്യനാണ്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സങ്കടം വന്നാൽ ഞാനും കരയും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കുട്ടികളെ നോക്കി, എൻ്റെ മോളെ നോക്കി. എൻ്റെ മോള് കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് പിന്നെ കെയറിങ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നെ കെയർ ചെയ്യുന്നില്ല. നിങ്ങളെ കെയർ ചെയ്തിട്ടുണ്ടോ? ആലോചിച്ച് നോക്കുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്? നിങ്ങളുടെ എത്രയോ വിലപ്പെട്ട സമയം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ. നിങ്ങൾക്ക് ഒരുപാട് ടാലൻ്റുള്ള ആളായിരിക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം 24 hours ഇല്ലേ, എല്ലാവർക്കും ഒരേ സമയമാണ് ദൈവം തന്നത്. ആ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. വരയ്ക്കാൻ അറിയുന്ന ആളാണെങ്കിൽ വരയ്ക്കുക, എഴുതാൻ അറിയുന്ന ആളുകൾക്ക് എഴുതാം. ഇനി ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിലേക്ക് തിരിയാം. ഇനി ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം ലഭിക്കുന്നതാണ് പൂക്കൾ കാണുമ്പോൾ, പ്രകൃതിയായിട്ട് ഇടപഴകുമ്പോഴൊക്കെ. അതൊക്കെ ചെയ്യുക. നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടി നട്ടു എന്ന് വെച്ചിട്ട് ആരും നമ്മളെ വഴക്ക് പറയത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മുടെ ഇതുവരെയുള്ള ആ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. നമുക്ക് വേണ്ടിയിട്ട്. എല്ലാം ശരിയാവുമെന്നും പറഞ്ഞിട്ട് ചുമ്മാതിരുന്നാൽ ഒന്നും ശരിയാകാൻ പോകണമെന്നില്ല. ഇനി ഇങ്ങനെയുള്ള സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് യോഗ, അതുപോലെ റേക്കിയൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറയും, എപ്പോഴാണോ നിങ്ങൾക്ക് അറ്റോൺമെൻറ്റ് കിട്ടുന്നത് ആ മൊമെൻറ്റ് തൊട്ട് നിങ്ങളുടെ ലൈഫ് മാറി. നിങ്ങളതിൻ്റെ ആഴത്തിൽ ഇറങ്ങി പഠിക്കൂ, നിങ്ങളതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കൂ, സ്നേഹിക്കൂ. ഏത് നിമിഷമാണോ നിങ്ങൾക്ക് അറ്റോൺമെൻറ്റ് കിട്ടുന്നത് ആ മൊമെൻറ്റ് തൊട്ട് നിങ്ങളുടെ ലൈഫിലെ എല്ലാ തലത്തിലേക്കും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരാനുള്ള വലിയൊരു ഡോറാണ് ഈശ്വരൻ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത്
കൃത്യമായിട്ട് അറിയില്ല എന്നും പറഞ്ഞിട്ട് എനിക്ക് മെയിൽ ചെയ്തിട്ട് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവർ കോമൺ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മാം എങ്ങനെയാണ് ഇങ്ങനെ ചെയ്തത്? അപ്പോഴും ഞാൻ പറയും, എനിക്ക് എൻ്റെ ഗുരു, എൻ്റെ സാർ എന്നെ എന്താണോ പഠിപ്പിച്ചത് അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കും, നമ്മൾ ചെയ്താൽ മാറും. എന്തുകൊണ്ട് മാറില്ല? നിങ്ങളെപ്പോലത്തെ ഒരാളായിരുന്നു ഞാനും. ഞാൻ മാറിയില്ലേ? ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ എല്ലാ തലങ്ങളിൽ നിന്നും തന്നെ പറയാം. സോ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പം ഇനിയെങ്കിലും മാറി ചിന്തിക്കുക. മാറാൻ തയ്യാറെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ യോഗ, നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. സോ ഇനിയും ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിപ്പിടിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് വരാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എല്ലാ നന്മയും ഉണ്ടാകട്ടെ. താങ്ക് യു.